എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് നായർ, ജ്യോതിഷം ആൻഡ് വാസ്തു സെൻറ്റർ ഏഴംകുളം. അപ്പോൾ നമ്മൾ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിഷയമെന്ന് പറയുന്നത്, നമ്മളൊരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ ദേവാലയങ്ങൾക്ക് അഭിമുഖമായിട്ട് എങ്ങനെ ഗ്രഹം നിർമ്മിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ഗ്രഹം നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ദേവാലയം എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങൾ വരാം, പള്ളികൾ വരാം, മസ്ജിദുകൾ വരാം. ഇതൊക്കെ നമുക്ക് ദേവാലയമായിട്ട് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഗ്രഹനിർമ്മാണം നടത്താൻ. അപ്പോൾ നമ്മൾ അതേ ഭാഗങ്ങളിൽ ഗ്രഹം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ദേവാലയത്തിൻ്റെ ദർശനമായിട്ടൊരു ഗ്രഹം നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കത് അവിടെയാണ് സ്ഥലമെങ്കിൽ ആ ദർശനമായിട്ട് നിർമ്മിക്കുന്ന ഗ്രഹത്തിൻ്റെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നീളമെന്ന് പറയുന്നത് കുറഞ്ഞതൊരു 100 കോല അകലത്തിലെങ്കിലും നമ്മൾ ഗ്രഹം നിർമ്മിക്കാൻ ശ്രദ്ധിക്കണം, ഏത് ദേവാലയമായാലും. അപ്പോൾ ഇതിന് 100 കോല അകലം എന്ന് പറയുന്നത് നമുക്കൊരു 70 മീറ്ററെങ്കിലും നമുക്ക് ദൂരോട്ട് നമുക്ക് മാറ്റിയിട്ടാണ് ഗ്രഹനിർമ്മാണം നടത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ഗ്രഹനിർമ്മാണമായിരിക്കും നമുക്ക് ഉത്തമം എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ദർശനമായിട്ട് നമ്മൾ അഭിമുഖമായിട്ടൊരു ഗ്രഹം നിർമ്മിക്കുന്നതിനോട് നമുക്ക് ദോഷകരമായിട്ടാണ്. കാരണം ഒരു ക്ഷേത്രമായാലും പള്ളിയായാലും നേരെ ദർശനമായിട്ട് നമ്മളൊരു ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ നമുക്കുണ്ടാകും. കാരണം ഈ ഗ്രഹം നിർമ്മിക്കുമ്പോൾ ഈ ദേവാലയത്തിനടുത്ത് എന്തുവാണ് ഈ ദോഷം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, ദേവാലയത്തിൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഗ്രഹം നിർമ്മിക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നെഗറ്റീവ് ടെൻഡൻസി കൂടുതലുള്ള സ്ഥലങ്ങളാണ്. പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ഷേത്രങ്ങളിൽ തന്നെ നമ്മൾ ഉഗ്രമൂർത്തികളായിട്ടുള്ളതും ശാന്തമായ സ്വരൂപമായിട്ടുള്ള മൂർത്തിഭാവങ്ങളുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ദർശനമായിട്ട് ഗ്രഹം നിർമ്മിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. ഉഗ്രമൂർത്തികളായ ദേവൻ്റെയും ദേവിയുടെയും ഫ്രണ്ട് ഭാഗത്തും വലതുവശത്തും ഗ്രഹനിർമ്മാണം അനുവദനീയമല്ല. അപ്പോൾ ഇതിൻ്റെ പുറവശത്തും ഇടതുവശത്തുമാണ് നമ്മൾ ഗ്രഹം നിർമ്മിക്കേണ്ടത്. അത് നമുക്ക് കുറഞ്ഞത് 100 കോല അകലത്തിൽ നമുക്ക് നിർമ്മിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ശാന്തമായ ദേവൻ്റെയും ദേവിയുടെയും ഫ്രണ്ടിലും വലുതും ഗ്രഹം നിർമ്മിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനും നമ്മൾ അനുവദനീയമായിട്ടുള്ള ദൂരം കണക്കാക്കിയിട്ട് വേണം ഗ്രഹനിർമ്മാണം നടത്താൻ. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഏതെങ്കിലും റോഡുകളോ അല്ലെങ്കിൽ ഒഴുകുന്ന ജലാശയങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് നമുക്ക് 50 കോല അകലത്തിലായാലും നമുക്ക് ഗ്രഹം നിർമ്മിക്കാം. അല്ലെങ്കിൽ ഒരു 50 മീറ്റർ നമ്മൾ തള്ളിയിട്ടായാലും ഗ്രഹം നിർമ്മിക്കുന്നതിന് 35 മീറ്റർ ആയാലും നമുക്കതിന് ദോഷമൊന്നും വരുന്നില്ല. അപ്പോൾ അത് 50 കോലിൻ്റെ കണക്കിൽ നമുക്ക് ഗ്രഹം നിർമ്മിക്കാം എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രഹനിർമ്മാണം നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില ഈ ഉഗ്രമൂർത്തികളെന്ന് പറയുന്നത് ഉഗ്രമൂർത്തിയായ ശിവനെ, അതുപോലെ തന്നെ ഭദ്രകാളി, ഇതൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം എന്ന് വെച്ചാൽ ഏറ്റവും ദേവൻ്റെ ദർശനമായിട്ട് കണക്കാക്കിയിട്ടുള്ള ഗ്രഹനിർമ്മാണം ഒഴിവാക്കുന്നതായിരിക്കും വളരെ ഉത്തമമായിട്ട് നമ്മൾ കണക്കാക്കുക. അതൊക്കെ നമ്മൾ മാറ്റി ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ക്ഷേത്രങ്ങളിലും പള്ളിയിലും ഇപ്പം കൊടിമരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 2ാം നിലയിലോട്ട് ഉയർത്തി പണിയുമ്പോൾ വീടിൻ്റെ ഉയരം കൊടിമരത്തിൽ നിന്ന് അതിൻ്റെ ഉയരത്തിൽ കൂടാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷേ അതിനൊരു പ്രത്യേക കാരണങ്ങളുണ്ട്. നമ്മുടെ ആ ദേശത്തെ ഒരു പോസിറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് കൊടിമരത്തിൻ്റെ ഉയരം. അപ്പോൾ അതിൽ ഉയരത്തിൽ നമ്മൾ ഗ്രഹം നിർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും നെഗറ്റീവ് ടെൻഡൻസിയിൽ വരുന്ന ഗ്രഹത്തിൽ നമുക്ക് ദോഷങ്ങളുണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതും ചെയ്യുമ്പോഴും നമുക്ക് 100 കോലിൻ്റെ അകലത്തിൽ നമുക്ക് ഗ്രഹനിർമ്മാണം നടത്തുന്നതിന് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 100 കോല അകലത്തിൽ ഗ്രഹം നിർമ്മിക്കുമ്പോൾ നമുക്ക് 2ാം നിലയിലോട്ട് ഉയർത്തി പണിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ആരാധനകളിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ ഗ്രഹം നിർമ്മിക്കുമ്പോൾ ഇതേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഗ്രഹനിർമ്മാണം നടത്താൻ. ഓക്കെ, പിന്നെ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വരാം അടുത്ത ദിവസം. നമസ്കാരം.